Hi friends, welcome to Indian Ruchivismayam. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 2 മീഡിയം സൈസ് പാവക്കയാണ്. ഇതിങ്ങനെ നീളത്തിൽ തിന്നായി കട്ട് ചെയ്ത് വെച്ചതാണ്, കണ്ടോ. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് മീഡിയം സൈസ് സവാള, ഇത് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ് ഇങ്ങനെ. പിന്നെ 4-5 പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പൊ നമുക്കിത് പാൻ ചൂടാക്കാം. അപ്പൊ നമ്മുടെ പാൻ ചൂടായി നമുക്കിതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പാവക്ക മെഴുക്കുവരട്ടാണ്ട് കുറച്ച് കൂടുതൽ എണ്ണ എടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടാട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സവാള ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യും. ഇതിപ്പോൾ ഈ ഉള്ളി പെട്ടെന്ന് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ സവാള നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാവക്ക ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഇതിനകത്ത്. ഇനി നമുക്ക് മൂടി വെക്കാം. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇത് അടിക്ക് പിടിക്കും. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്കിനി വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ല, ഇതിപ്പോൾ ഒരു പാതി വേവായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കുറച്ച് സമയം കൂടി ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പം നമുക്ക് ഇത് തുറന്നു നോക്കാം. കണ്ടില്ല, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മൾ ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തു. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ